Hello, so today we are going to see a few sure Viva questions in Geotechnical Engineering 1. So the first experiment is determination of moisture content. Moisture content എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a ratio of weight of water to weight of dry soil. നമ്മൾ moist soil എടുത്തു കഴിഞ്ഞാൽ ആ moist soilൽ എത്രമാത്രം വാട്ടർ ഉണ്ട് to the weight of the dry soil particles. ഇതിനെയാണ് നമ്മൾ moisture content അല്ലെങ്കിൽ water content എന്ന് പറയാം, and it is expressed as percentage. എന്തുകൊണ്ടാണ് moisture content it's very important in soil engineering? Because it influences soil behavior. We all know in consistency limits like liquid limit, plastic limit and shrinkage limit, the soil changes from one state to another by changing the moisture content. അപ്പോൾ moisture content മാറുമ്പോൾ soilന്റെ behavior മാറുന്നുണ്ട്. Not only that, soilന്റെ compaction strength, its strength, its permeability, കോമ്പാക്ഷൻ എഫേർട്ട് നമ്മൾ എടുക്കുന്നത് ഇതെല്ലാം മോയ്സ്ചർ കണ്ടൻറ്റ് പ്രസൻസിൽ മാറുന്നുണ്ട്. സോ മോയ്സ്ചർ കണ്ടൻറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. ആൻഡ് ദർ ആർ വേരിയസ് മെത്തേഡ് ടു ഫൈൻഡ് ഔട്ട് മോയ്സ്ചർ കണ്ടൻറ്റ്. വൺ മെത്തേഡ് ഇസ് ഓവൻ ഡ്രൈ മെത്തേഡ് ആൻഡ് അനദർ വൺ ഇസ് PD മോയ്സ്ചർ മീറ്റർ, കാൽഷ്യം കാർബൈഡ് മെത്തേഡ് ആൻഡ് ഇൻഫ്രാറെഡ് മെത്തേഡ്, ടോർഷൻ ബാലൻസ് മെത്തേഡ്. നൗ കമ്മിങ് ടു ഓവൻ ഡ്രൈ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മോയ്സ്റ്റ് സോയിൽ എടുത്ത് 24 വെയിറ്റ് എടുത്ത് 24 hours ഓവനിൽ 105 to 110 degree Celsius കീപ്പ് ചെയ്യും. After 24 hours we will take it back and weigh it. So the weight difference between the moist soil and the dry soil will give you the weight of water. അപ്പോൾ ഈ വെയിറ്റ് ഓഫ് വാട്ടറും വെയിറ്റ് ഓഫ് ഡ്രൈ സോയിലും കൂടെ റേഷ്യോ കണ്ടുപിടിച്ച് യു വിൽ ഗെറ്റ് ദ മോയ്സ്ചർ കണ്ടൻറ്റ്. അപ്പോൾ normally moisture content of clay soil is between 20 and 60. And why we have to keep this oven dry method in 105 to 110 degree Celsius? Because ഈ oven dry methodൽ നമ്മുടെ വാട്ടറിനെയാണ് നമുക്ക് ഡ്രൈ ഔട്ട് ചെയ്യേണ്ടത്, അതിനുള്ളിൽ ഓർഗാനിക് മാറ്ററിനെയല്ല. സോ ഇഫ് വി കീപ് ദ ഓവൻ ഡ്രൈ സോയിൽ ഓർ ദ സോയിൽ മോർ ദാൻ 110 degree Celsius, സോയിൻ്റെ ഇടയിലുള്ള ഓർഗാനിക് മാറ്റേഴ്സ് ബേൺ ഔട്ട് ആവും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെപ്പോഴും 105 to 110 degree Celsius മാത്രം കീപ്പ് ചെയ്യുന്നത്. ഇതിന് യൂസ് ചെയ്യുന്ന IS ആണ് IS 2720 Part 2 1973. അപ്പോൾ നോർമൽ ഡ്യൂറേഷൻ ഓഫ് ഡ്രൈയിങ് ഫോർ ഓവൻ ഡ്രൈ മെത്തേഡ് 16 to 24 hours. So as I said before, the sample is weighed immediately after oven dry method. Immediately നമ്മൾ ഡ്രൈ ചെയ്യണം, ബിക്കോസ് പെട്ടെന്ന് തന്നെ നമ്മൾ ഓവൻ ഡ്രൈ മെത്തേഡിന് എടുത്ത് ഉടനെ സോയിലിനെ വെയിറ്റ് എടുത്തില്ലെങ്കിൽ ഈ സോയിൽ അറ്റ്മോസ്ഫറിക് മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓവൻ ഡ്രൈ മെത്തേഡിൽ ഡ്രൈഡ് സോയിൽ ഓവനിൽ എടുത്ത് ഉടനെ പോയിട്ട് വെയിറ്റ് എടുക്കണമെന്ന് പറയുന്നത്. So the typical range of moisture content for clay soil is between 20 to 60%, and the moisture content affects compaction. നമുക്കറിയാം മാക്സിമം ഡെൻസിറ്റി കൂടുതൽ കിട്ടാനായിട്ട് we have to apply ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ്. ഈ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് ദ സോയിൽ വിച്ച് ഗീവ്സ് യു മാക്സിമം ഡ്രൈ ഡെൻസിറ്റി. സോ മോയ്സ്ചർ കണ്ടൻറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ കോമ്പാക്റ്റിംഗ്. സോ ഇത് നമ്മുടെ റോഡ് പേയ്മെൻറ്റ് സർഫസിലൊക്കെ ഫോർമേഷൻ ചെയ്യുമ്പോൾ വി ഹാവ് ടു മേക്ക് ഇറ്റ് ഇൻ എ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ്. ആൻഡ് ഇഫ് വി കീപ് ദ ടെമ്പറേച്ചർ ഇൻ ഓവൻ more than 110 degree Celsius, organic matter inside the soil may get decomposed. Next experiment ആണ് specific gravity. So specific gravity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the ratio of weight of the soil solids to weight of equal volume of water. അപ്പോൾ നമ്മൾ കുറച്ച് സോയിൽ എടുത്താൽ ആ സോയിലിൻ്റെ വോള്യത്തിന് ഈക്വൽ ആയിട്ടുള്ള വാട്ടറിൻ്റെ വെയിറ്റ്, സോയിലിൻ്റെ വോള്യത്തിന് ഈക്വൽ ആയിട്ടുള്ള വാട്ടറിൻ്റെ വെയ്റ്റിൻ്റെ റേഷ്യോ ആണ് weight of the soil to weight of equal volume of water. അതിനെയാണ് specific gravity എന്ന് പറയുക. ജനറലി specific gravityയുടെ റേഞ്ച് 2.6 to 2.8 ആണ്, and it is used to calculate void ratio, degree of saturation and other soil properties. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന apparatus ആണ് പൈക്നോമീറ്റർ. specific gravity കാൽക്കുലേഷനിൽ നമ്മൾ എപ്പോഴും ഡിസ്റ്റിൽഡ് വാട്ടർ യൂസ് ചെയ്യണമെന്ന് പറയും, ബിക്കോസ് ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവില്ല. അപ്പോൾ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ എഫക്ട് സ്പെസിഫിക് ഗ്രാവിറ്റി. എസ്പെഷ്യലി ഓർഗാനിക് മാറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി
നമുക്കൊരു 1.2 to 2 റേഞ്ചിലായിരിക്കും കിട്ടുക. സോ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഓർഗാനിക് സോയിൽ, ഓർഗാനിക് മാറ്ററുള്ള സോയിലാണതെന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതിന് IS കോഡ് IS 2720 പാർട്ട് 3 സെക്ഷൻ 1 ആണ് നമ്മൾ യൂസ് ചെയ്യുക. ആൻഡ് ദർ ഈസ് നോ യൂണിറ്റ് ഫോർ സ്പെസിഫിക് ഗ്രാവിറ്റി. സോ സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ ലാബിൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് G equal to W2 minus W1 by W2 minus W3 minus W4. So W2 means container weight of the specific gravity bottle plus soil. W3 is a specific gravity bottle plus soil plus water, and W4 is the weight of specific gravity bottle plus water. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വെയ്റ്റ് ഓഫ് ദ സോയിൽ ആൻഡ് വെയ്റ്റ് ഓഫ് ഈക്വൽ വോളിയം ഓഫ് വാട്ടർ, വിച്ച് ഈസ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി. Now coming to the third experiment, which is particle size distribution of soil by sieve analysis. So particle size distribution നമ്മൾ ചെയ്യുന്നതന്നെ സോയിലിനെ അതിൻ്റെ സൈസ് അനുസരിച്ച് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനാണ്. വെദർ ഇറ്റ് ഈസ് വെൽ ഗ്രേഡഡ്, യൂണിഫോംലി ഗ്രേഡഡ് ഓർ ഗ്യാപ് ഗ്രേഡ് എന്ന് കണ്ടുപിടിക്കാൻ. സോ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന IS കോഡാണ് IS 2720 പാർട്ട് 4. അപ്പോൾ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് സീവ്സ് ആണ്. സീവ്സ് എന്ന് പറയുമ്പോൾ യു ക്യാൻ സീ ഇൻ ദിസ് ഫിഗർ, ഇതിനകത്ത് സീവ്സിൽ യു ക്യാൻ സീ ദിസ്, ഇതാണ് സീവ്സ്. സീവ്സിനുള്ളിലുള്ള നെറ്റാണിത്. അപ്പോൾ ഈ നെറ്റിൻ്റെ സൈസാണ് ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ള സൈസ്. 4.75 mm മീൻസ് ആ നെറ്റിൻ്റെ സൈസ് 4.75 ആണ്. 2 mm മീൻസ് ഈ നെറ്റിലെ സൈഡ് 2 mm ആണ്. സോ വി ആർ യൂസിങ് 4.75, 2 mm, 1 mm, 600 micron, 425 micron, 375 micron ആൻഡ് ദ പാൻ. പാൻ മീൻസ് ഒന്നുമില്ല, സീവ് ഒന്നും ഇല്ലാത്തതാണ് പാൻ. So the purpose of sieve analysis is to determine the particle size distribution of coarse grained soil, and there is a term called effective size. Effective size എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a size of soil. 10% ആൾക്കാരും ആ പെർട്ടിക്കുലർ സൈസിനേക്കാളും കുറവാണ്, അല്ലെങ്കിൽ let's say for example if you have a 1 kg soil, 1 kg soil എടുത്തു, D10 കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് പറയാം D10 ഒരു 2 mm ആണ് കിട്ടിയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എടുത്തിട്ടുള്ള സോയിലിലെ 90% സോയിലിനും സൈസ് ഇസ് ഗ്രേറ്റർ ദാൻ 2 mm. 2 mm സൈസ് കൂടുതലുള്ള സോയിൽ പാർട്ടിക്കിൾസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ള സാമ്പിൾ. ഓർ വി ക്യാൻ സേ 10% ഓഫ് ദ സോയിൽ ഹാവ് സൈസ് less than 2 mm. ഇതിനെയാണ് we call it as effective size. Next is define uniformity coefficient. So uniformity coefficient എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D60 by D10. D60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ, 60% of the particles having the size less than that particular size is called D60. So D60 by D10 നെയാണ് നമ്മൾ uniformity coefficient എന്ന് വിളിക്കുക, and it indicates a range of particle size. And also coefficient of curvature, which is D30 square by D60 into D10. It indicates the gradation shape. So CU value higher ആണെങ്കിൽ we can say നമുക്ക് wider range of particles അല്ലെങ്കിൽ well graded soil ആണ്. Well graded means, coming to this picture you can see all size of the soil particles, ചെറുതുണ്ട്, വലുതുണ്ട്, medium size ഉണ്ട്. So this type of soil is called well graded. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സോയിൽ വെൽ ഗ്രേഡഡ് ആണെങ്കിൽ നമ്മൾ കോമ്പാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള സ്പേസസ് എല്ലാം ചെറിയ മീഡിയം സൈസ് ആൻഡ് മീഡിയം സൈസിൻ്റെ ഇടയിലുള്ളതെല്ലാം സ്മോളർ സൈസ് സോയിൽ വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും, ആൻഡ് ഇറ്റ് വിൽ ബി ഡെൻസ്ലി കോമ്പാക്റ്റഡ്. സോ വെൽ ഗ്രേഡഡ് സോയിൽ ആണെങ്കിൽ വളരെ നന്നായിട്ട് നമുക്ക് കോമ്പാക്ട് ചെയ്യാൻ പറ്റും. However, uniformly graded, you can see from this figure, uniformly graded is also called poorly graded. ഇപ്പോൾ പൂവർലി ഗ്രേഡഡ് സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സോയിൽ പാർട്ടിക്കിൾസിനും സെയിം സൈസ് ആയിരിക്കും, ഓൾമോസ്റ്റ് സെയിം സൈസ് ആയിരിക്കും. ദാറ്റ് ഇസ് കോൾഡ് പൂവർലി ഗ്രേഡഡ് ഓർ യൂണിഫോംലി ഗ്രേഡഡ്. ഇനി ഗ്യാപ് ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ലാർജർ പാർട്ടിക്കിൾസ് ആൻഡ് സ്മോളർ പാർട്ടിക്കിൾസ്. മീഡിയം സൈസ് പാർട്ടിക്കിൾസ് മിസ്സിംഗ് ആയിരിക്കും. ദിസ് ഇസ് കോൾഡ് ഗ്യാപ് ഗ്രേഡഡ്. സോ നമ്മൾ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ബി ഡ്രോയിങ് എ
ഗ്രാഫ്, ലോഗരിതമിക് സെമി ലോഗ് ഗ്രാഫ് വരയ്ക്കും. എക്സ് ആക്സസ് ലോഗ് ആക്സസ് ആണ്, അവിടെ നമ്മൾ പാർട്ടിക്കിൾ സൈസ് കൊടുക്കും. ആൻഡ് വൈ ആക്സസ് പെർസെൻറ്റേജ് ഫൈനർ. സോ അതിൽ വെൽ ഗ്രേഡഡ് സോയിൽ ആണെങ്കിൽ ഉണ്ടോ ഈ വരച്ചിരിക്കുന്ന പോലെ എല്ലാ സൈസ് പാർട്ടിക്കിൾസും അവിടെ ഉണ്ടാവും. യൂണിഫോംലി അല്ലെങ്കിൽ പുവർലി ഗ്രേഡഡ് ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും, വേർട്ടിക്കൽ ആയിരിക്കും അതിൻ്റെ ഗ്രാഫ് ഉണ്ടാവുക. ഗ്യാപ്പ് ഗ്രേഡഡ് ആണെങ്കിൽ യു ക്യാൻ സി എ ഹൊറിസോണ്ടൽ ലൈൻ. ഹൊറിസോണ്ടൽ ലൈൻ മീൻസ് ഈ ഒരു സൈസിലുള്ള പാർട്ടിക്കിൾസ് അവിടെ മിസ്സിംഗ് ആയിരിക്കും. ആൻഡ് കോഎഫിഷ്യൻറ്റ് ഓഫ് കോഎഫിഷ്യൻറ്റ് ഓഫ് യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റ് ഗ്രേറ്റർ ദാൻ 6 ആണെങ്കിൽ വെൽ ഗ്രേഡഡ് സാൻഡ് ഓർ ഗ്രേവൽ എന്ന് പറയാം. ഇഫ് ഇറ്റ്സ് ലെസ് ദാൻ 4 ആണെങ്കിൽ പുവർലി ഗ്രേഡഡ് ആയിരിക്കും. ഇഫ് ഇറ്റ്സ് ഇൻ ബിറ്റ്വീൻ അത് വെൽ ഗ്രേഡഡോ ആവാം പുവർലി ഗ്രേഡഡോ ആവാം. CC if it's between 1 and 3 it will be well graded soil, and CC less than 1 and greater than 3 will be poorly graded soil. ഇനി നമ്മൾ ഈ സീവ് അനാലിസിസ് ചെയ്യുന്നത് തന്നെ 75 മൈക്രോൺ എബോ സോയിൽസിന് മാത്രം, 75 മൈക്രോൺ സൈസിന് മേലെയുള്ള സോയിൽസിനാണ് സീവ് അനാലിസിസ് ചെയ്യുക. അതിന് താഴെയുള്ള സോയിൽസ് വിത്ത് സൈസ് ലെസ് ദാൻ 75 മൈക്രോൺ നമ്മൾ ചെയ്യുന്നത് ഹൈഡ്രോമീറ്റർ അനാലിസിസ് ആണ്. അപ്പോൾ ഹൈഡ്രോമീറ്റർ അനാലിസിസിൽ നമ്മൾ സോയിലിനെ ഒരു ഡീഫ്ലോക്കുലേറ്റിംഗ് ഏജൻറ്റ്, അതായത് വളരെ മൈന്യൂട്ട് സോയിൽ പാർട്ടിക്കിൾസ് ആയിരിക്കും. വിൻഡൊക്കെ വന്നു കഴിഞ്ഞാൽ, കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് പാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോ ആദ്യം തന്നെ നമ്മളതിന് ഒരു ഡീഫ്ലോക്കുലേറ്റിംഗ് ഏജൻറ്റുമായിട്ട് മിക്സ് ചെയ്ത് വാട്ടറിൽ അതിൻ്റെ സെഡിമെൻറ്റേഷൻ ചെക്ക് ചെയ്തിട്ടാണ്, സെഡിമെൻറ്റേഷൻ വെച്ചിട്ടാണ്, സ്റ്റോക്സ് ലോ വെച്ചിട്ടാണ് നമ്മൾ ഈ ഹൈഡ്രോമീറ്റർ അനാലിസിസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, so the significance of particle size distribution is it helps in classification and selection of soil for construction work. ഹൈഡ്രോമീറ്റർ അനാലിസിസ് നമ്മളെപ്പോഴും 75 മൈക്രോണേക്കാളും സ്മോളർ പാർട്ടിക്കിൾസ് വരുമ്പോഴാണ് ഹൈഡ്രോമീറ്റർ അനാലിസിസ് പ്രിഫർ ചെയ്യുക. ആൻഡ് ഡിസ്പേഴ്സിങ് ഏജൻറ്റ് ഞാൻ പറഞ്ഞു നേരത്തെ, ഈ പാർട്ടിക്കിൾസ് ഫ്ലൊക്കുലേഷൻ ചെയ്യാതെ, കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി, ഫ്ലൊക്കുലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി വി യൂസ് എ ഡിസ്പേഴ്സിങ് ഏജൻറ്റ്. ഈ ഡിസ്പേഴ്സിങ് ഏജൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് എൻഷുവർ ദേ റിമെയിൻ സെപ്പറേറ്റ് ഇൻ സസ്പെൻഷൻ. ഫോർ എക്സാമ്പിൾ, ചെറിയ മൈന്യൂട്ട് പാർട്ടിക്കിൾ ആകുമ്പോൾ അതിൻ്റെ സർഫസിൽ ഇലക്ട്രിക്കൽ ചാർജസ് ഉണ്ടാവും. ബിക്കോസ് ഓഫ് ദിസ് ചാർജ് ദേ വിൽ ഗെറ്റ് അട്രാക്റ്റഡ് ആൻഡ് ദേ വിൽ ബിക്കം എ ഹ്യൂജ് മാസ്. അപ്പോൾ ശരിക്കും അത് വളരെ സൈസ് കുറഞ്ഞ പൊടിയാണ്, ബട്ട് ഒരുപാട് പൊടികൾ ചേർന്ന് വരുമ്പോൾ ആ സോയിൽ പാർട്ടിക്കിൾസ് ഒരു വലിയ സൈസ് സോയിൽ പാർട്ടിക്കിൾ പോലെ ആക്ട് ചെയ്യും. സോ ദാറ്റ് ദേ വിൽ സെറ്റിൽ ഈസിലി. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് കറക്റ്റ് ആവില്ല. സോ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിസ്പേഴ്സിങ് ഏജൻറ്റ് യൂസ് ചെയ്യും. ഡിസ്പേഴ്സിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33 gram ഓഫ് സോഡിയം ഹെക്സാമെറ്റാഫോസ്ഫിക് ആൻഡ് 7 gram ഓഫ് സോഡിയം കാർബണേറ്റ് ഡിസ്റ്റിൽഡ് വാട്ടറിൽ 1 liter ആക്കി മാറ്റുന്നതാണ് ഡിസ്പേഴ്സിങ് ഏജൻറ്റ്. ഈ ഡിസ്പേഴ്സിങ് ഏജൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ പ്രിവെൻറ്റ് ദ ഫ്ലൊക്കുലേഷൻ. ഡിസ്പേഴ്സിങ് ഏജൻറ്റ് കറക്ഷൻ ഉണ്ട്. നമുക്ക് ഡിസ്പേഴ്സിങ് ഏജൻറ്റ് ഇൻക്രീസസ് ദ ഡെൻസിറ്റി ഓഫ് ദ സൊല്യൂഷൻ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഹൈഡ്രോമീറ്റർ റീഡിങ്ങിൽ എഫക്റ്റീവ് HE കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന് കറക്ഷനും കൂടെ ആഡ് ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ കറക്ഷൻ ഡ്യൂ ടു ഡിസ്പേഴ്സിങ് ഏജൻറ്റ് ഷുഡ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം ദ ഒബ്സർവ്ഡ് വാല്യൂ. ഇനി ഹൈഡ്രോമീറ്റർ അനാലിസിസ് നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഒരു ഗ്രാഫ് വരയ്ക്കും, പെർസെൻറ്റേജ് ഫൈനർ ആൻഡ് പാർട്ടിക്കിൾ സൈസ്. ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഷോയിങ് ദ percentage of clay, percentage of silt and sand in the given soil. അപ്പോൾ സിൽട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.002 to 0.075 mm വരെയുള്ള സോയിൽ പാർട്ടിക്കിൾസ് ആണ് സിൽട്ട്. 0.002 mmനേക്കാളും ചെറിയ സോയിൽ പാർട്ടിക്കിൾസിനെ വി കോൾ ഇറ്റ് ആസ് ക്ലേ. അപ്പോൾ ഹൈഡ്രോമീറ്റർ അനാലിസിസിൽ നമ്മൾ ഒരു കറക്ഷൻ പറഞ്ഞു, ഡിസ്പേഴ്സിങ് ഏജൻറ്റ് കറക്ഷൻ. മറ്റ് 2 കറക്ഷൻസ് ആണ്, ഒന്ന് മെനിസ്കസ് കറക്ഷൻ ആൻഡ് തേർഡ് വൺ ഇസ് ടെമ്പറേച്ചർ കറക്ഷൻ. സോ ദീസ് ആർ ദ 3 കറക്ഷൻസ് ഇൻ ഹൈഡ്രോമീറ്റർ അനാലിസിസ്. ഇനി ഹൈഡ്രോമീറ്റർ അനാലിസിസിലും നേരത്തെ സീവ് അനാലിസിസ് ചെയ്ത പോലെ തന്നെ പാർട്ടിക്കിൾ സൈസ് ആൻഡ് പെർസെൻറ്റേജ് ഫൈനർ ആണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കേണ്ടത് സെമി ലോഗ് ഗ്രാഫിൽ. സോ ഇവിടെ നമ്മൾ പാർട്ടിക്കിളിൻ്റെ ഡയമീറ്റർ കാണാനായിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് 1800 mu by g-1 gamma w HE/T. HE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റീവ് ഡെപ്ത് ഇൻ സെൻറ്റിമീറ്റർ കറസ്പോണ്ടിങ് ടു ദ ഹൈഡ്രോമീറ്റർ റീഡിംഗ് RH.
and T is the time elapsed in seconds. Capital G is the sessigravity of soil particle, mu is the viscosity, D is the equivalent diameter, and gamma W unit weight of the water, which is 1 gram per cc. പെർസെൻറ്റേജ് ഫൈനർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് R/WD. WD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോയിൽ എക്സ്പെരിമെൻറ്റ് നമ്മൾ എടുക്കുന്ന വെയിറ്റ് ഓഫ് ഡ്രൈ സോയിൽ. ജനറലി വി യൂസ് ടു ടേക്ക് 50 gram ഓഫ് soil which is passing through 75 micron. So WD usually be 50 gram. G specific gravity ആണ്. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി കറക്റ്റ് ചെയ്തിട്ടുള്ള ഹൈഡ്രോമീറ്റർ റീഡിംഗ് ആഫ്റ്റർ അപ്ലൈയിങ് മെനിസ്കസ് കറക്ഷൻ, ഡിസ്പേഴ്സിംഗ് ഏജന്റ് കറക്ഷൻ ആൻഡ് ടെമ്പറേച്ചർ കറക്ഷൻ. Now coming to the fourth experiment, which is Atterbuck's limit. Atterbuck's limit എന്ന മറ്റൊരു പേരാണ് കൺസിസ്റ്റൻസി ലിമിറ്റ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ സോയിൽ എത്രത്തോളം ഫേം ആണ് അല്ലെങ്കിൽ എത്രത്തോളം സോഫ്റ്റ് ഓർ സ്റ്റിഫ് ആണ് എന്നുള്ളതാണ് ഈ ലിമിറ്റ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുക. സോ Atterbuck's ലിമിറ്റിൽ വി ഹാവ് മെയിൻലി 3 ലിമിറ്റ്സ്. വി കാൾ ഇറ്റ് as liquid limit, plastic limit and shrinkage limit. So these all are water content, simply water content തന്നെയാണ് at which the soil passes from one state to the next state. അപ്പോൾ let's say for example if soil was in a plastic state, നമുക്ക് ഈ ഒരു ഷേപ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റിലായിരുന്നു. When we add more water into that, it become liquefied. So the water content at which the plastic state changes to liquid state is called liquid limit. So water content at which soil passes from one state to another is called consistency limit or simply Atterbuck's limit. Atterbuck എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റ് ആണ് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് ഇനീഷ്യലി. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് Atterbuck's limits. സോ ലിക്വിഡ് ലിമിറ്റ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസിൻ്റെ പേരാണ് Casagrande apparatus. So this is a figure that all of you must know. വാട്ടർ കണ്ടൻറ്റും വോളിയം ഓഫ് ദ സോയിലും തമ്മിലുള്ള ഫിഗറാണ്. ഈ ഫിഗറിൽ എല്ലാം എക്സ്പ്ലെയിൻഡ് ബിക്കോസ് ലെറ്റ്സ് സേ നമ്മളുടെ കയ്യിലൊരു സോയിലുണ്ട് വിച്ച് വാസ് ഒരു ചളിവെള്ളം. ഓക്കെ, ആ ചളിവെള്ളം എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഈ ലിക്വിഡ് സ്റ്റേറ്റിൽ നമ്മൾ അതിൽ നിന്ന് വാട്ടർ ഇങ്ങനെ ഓവനിൽ വെച്ച് ഡ്രൈ ആക്കി കൊണ്ടുവരും. അറ്റ് വൺ പെർട്ടിക്കുലർ വാട്ടർ കണ്ടൻറ്റ് ഈ ലിക്വിഡ് പോലെ ഫ്ലോ ചെയ്തിരുന്ന വിസ്കസ് ആയിരുന്ന സോയില് പെട്ടെന്നൊരു പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക് നമുക്ക് മോൾഡൊക്കെ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഷേപ്സ് ഒക്കെ ആക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വാട്ടർ കണ്ടൻറ്റ് ഇസ് കോൾഡ് ലിക്വിഡ് ലിമിറ്റ്. ഇനി ഈ പ്ലാസ്റ്റിക് സ്റ്റേറ്റിന് വീണ്ടും നമ്മൾ ചൂടാക്കുമ്പോൾ അതിൽ വാട്ടർ കണ്ടൻറ്റ് കുറഞ്ഞ് ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ ഇറ്റ് വിൽ ബി വി കനോട്ട് മേക്ക് ഇറ്റ് എ ഷേപ്പ്. പ്ലാസ്റ്റിക് ഷേപ്പ് ആക്കാൻ നമുക്ക് പറ്റില്ല, ബട്ട് ഇറ്റ് വിൽ ബി എ സെമി സോളിഡ് കണ്ടീഷൻ. ആ ഒരു വാട്ടർ കണ്ടൻറ്റിനെ വിളിക്കുന്ന പേരാണ് പ്ലാസ്റ്റിക് ലിമിറ്റ്. ആൻഡ് ആഫ്റ്റർ ദിസ് വാട്ടർ കണ്ടൻറ്റ് വീണ്ടും നമ്മൾ അതിനെ വീണ്ടും ഡ്രൈ ആക്കിക്കൊണ്ടേ വരികയാണെങ്കിൽ വീണ്ടും അതിനെ ഡ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ എൻ്റർ ഇൻ ടു സോളിഡ് സ്റ്റേറ്റ്. പിന്നീട് നമ്മൾ എത്ര വാട്ടർ കണ്ടൻറ്റ് അതിൽ നിന്ന് വലിച്ചെടുത്താലും വാട്ടർ കണ്ടൻറ്റ് കുറച്ച് കഴിഞ്ഞാലും ഇതിൻ്റെ വോളിയം റെഡ്യൂസ് ചെയ്യൂല. നേരത്തെ കണ്ടത് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് അതിൻ്റെ വോളിയം കുറഞ്ഞ് ഇറ്റ് റീച്ചസ് ടു പ്ലാസ്റ്റിക് ലിമിറ്റ് അല്ലേ. വോളിയം കുറയുന്നുണ്ട്, വാട്ടർ കുറയുന്നുണ്ട്, വോളിയം കുറയുന്നുണ്ട്. വാട്ടർ കണ്ടൻറ്റിന് ലിക്വിഡിൽ നിന്ന് പ്ലാസ്റ്റിക്കിലേക്ക് പോകുന്ന വാട്ടർ കണ്ടൻ്റ് ആണ് ലിക്വിഡ് ലിമിറ്റ്. പ്ലാസ്റ്റിക്കിൽ നിന്ന് വീണ്ടും നമ്മൾ വാട്ടർ കണ്ടൻറ്റ് ഓവനിൽ വെച്ച് ഡ്രൈ ആക്കുമ്പോൾ അതിൻ്റെ വോളിയം റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക്കിന് സെമി സോളിഡിലേക്ക് എൻ്റർ ചെയ്യുന്നതാണ് പ്ലാസ്റ്റിക് ലിമിറ്റ്. വീണ്ടും നമ്മൾ വാട്ടർ കണ്ടൻറ്റ് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് വോളിയം ഈസ് ഓൾസോ റെഡ്യൂസിങ് സൈമിൾട്ടേനിയസ്ലി. അപ്പോൾ അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഇറ്റ്സ് വോളിയം ഇസ് നോ ലോങ്ങർ റെഡ്യൂസിങ് ഈവൻ ഇഫ് യു ട്രൈ ടു ടേക്ക് ഔട്ട് ദ വാട്ടർ ഇൻസൈഡ് ഇറ്റ്. അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് എത്ര കുറച്ചാലും പിന്നീട് അതിൻ്റെ വോളിയം റെഡ്യൂസ് ചെയ്യുന്നില്ല എങ്കിൽ വി ഹാവ് റീച്ച്ഡ് എ സോളിഡ് സ്റ്റേറ്റ്. ആൻഡ് ദിസ് വാട്ടർ കണ്ടൻറ്റ് അറ്റ് വിച്ച് ദ സെമി സോളിഡ് ബിക്കം സോളിഡ് ഓർ സോളിഡ് ബിക്കം സെമി സോളിഡ് ഇസ് കോൾഡ് ഷ്രിങ്കേജ് ലിമിറ്റ്. സോ ഇതാണ് ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എബവ് ദ ലിക്വിഡ് ലിമിറ്റ് soil is in viscous state. Between liquid and plastic limit it is in plastic state. Between shrinkage limit and plastic limit it is in semi-solid state, and between less than shrinkage limit it is in solid state. So liquid limit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാട്ടർ കണ്ടന്റ്, ഇറ്റ് ഇസ് എ
water content at which soil cut by a grooving tool of standard dimension. Casagrande apparatusൽ ഒരു grooving tool വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ it will flow together for a distance of 12 mm under the impact of 25 blows. കറക്റ്റ് ഒരു 25 blows കൊടുക്കുമ്പോൾ തിരിച്ച് ആ ഒരു ഷേപ്പ് ആ ഒരു ഗ്രൂവിങ് ടൂൾ ഉണ്ടാക്കിയ സ്പേസ് ഫിൽ ആവുന്നുണ്ടെങ്കിൽ ദാറ്റ് വാട്ടർ കണ്ടന്റ് ഇസ് ലിക്വിഡ് ലിമിറ്റ്. ആൻഡ് പ്ലാസ്റ്റിക് ലിമിറ്റ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് വി വിൽ മേക്ക് സോയിൽ ഇൻ ടു എ 3 mm ഡയമീറ്റർ ത്രെഡ്. ഈ 3 mm ത്രെഡ് ആക്കി നമ്മൾ മാറ്റുമ്പോൾ വെൻ ദ സോയിൽ ബിഗിൻസ് ടു ക്രംബിൾ, അതിൻ്റെ സർഫസ് ക്രംബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ വാട്ടർ കണ്ടന്റ് ഓഫ് പ്ലാസ്റ്റിക് ലിമിറ്റ്. Shrinkage limit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a maximum water content below which further losses of water does not cause any volume change, and it is the minimum water content at which soil is fully saturated. നെക്സ്റ്റ് എക്സ്പെരിമെൻ്റ് ആണ് ഡിറ്റർമിനേഷൻ ഓഫ് ഫീൽഡ് ഡെൻസിറ്റി. അപ്പോൾ ഫീൽഡിൽ സോയിലിൻ്റെ ഡെൻസിറ്റി മെഷർ ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് എക്സ്പെരിമെൻറ്റ്സ് ആണ്. വൺ ഇസ് സാൻഡ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡ്, അനദർ ഇസ് കോർ കട്ടർ മെത്തേഡ്. സോ ഡെൻസിറ്റി ഇസ് ബേസിക്കലി mass by volume, right? But sand replacement method we are using a sand in order to find out the density of a field soil. എന്തിനാണ് നമ്മൾ സാൻഡ് യൂസ് ചെയ്യുന്നത്? സാൻഡിൻ്റെ ഡെൻസിറ്റി നമുക്കറിയാമെന്ന് വിചാരിക്കാം, ഡെൻസിറ്റി ഓഫ് എ സാൻഡ്. സോ നമ്മൾ ഫീൽഡിൽ പോയി ഒരു പെർട്ടിക്കുലർ വോളിയം ഓഫ് സോയിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. സോ if you have ever worked on a field, you know, നമ്മൾ കട്ട് ചെയ്ത് സോയിൽ എടുക്കുമ്പോൾ we may not be able to measure the exact volume of the soil. കറക്റ്റ് വോളിയം മെഷർ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. സോ വി ആർ യൂസിങ് എ സാൻഡ്. ഈ സാൻഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു കുഴി അല്ലെങ്കിൽ ഈ പിറ്റ് ഫുള്ള് സാൻഡ് വെച്ച് ഫില്ല് ചെയ്യും. അപ്പോൾ സാൻഡ് എത്ര സാൻഡ് വെച്ചിട്ടാണ് നമുക്ക് ഈ പിറ്റ് ഫില്ല് ചെയ്യാൻ പറ്റിയതെന്ന് നമുക്ക് മെഷർ ചെയ്യാം, റൈറ്റ്? നമ്മുടെ കയ്യിൽ സെ ഫോർ എക്സാമ്പിൾ വി ഹാവ് എ സാൻഡ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ വി ഹാവ് എ ലെറ്റ്സ് സേ 5 kg സാൻഡ് ഉണ്ടായിരുന്നു. ആഫ്റ്റർ ഫില്ലിംഗ് വി ഹാവ് ഓൺലി 2 kg സാൻഡ്, വിച്ച് മീൻസ് വി ഹാവ് യൂസ്ഡ് 3 kg സാൻഡ് ടു ഫിൽ ദിസ് പിറ്റ്. അപ്പോൾ 3 kg സാൻഡ് അല്ലെങ്കിൽ 3000 gram സാൻഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഡെൻസിറ്റി ഈസ് മാസ് ബൈ വോളിയം ആണ്. So if you know mass of the sand and volume density of the sand, you can find out volume of the pit. അപ്പോൾ വോളിയം ഓഫ് ദ പിറ്റ് നമുക്ക് അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ പിറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള സോയിൽ നമ്മുടെ കയ്യിലുണ്ടാവും, അത് നമ്മൾ വെയിറ്റ് എടുക്കുക, ഡിവൈഡഡ് ബൈ വോളിയം ദാറ്റ് വി ഹാവ് മെഷേർഡ് ബൈ യൂസിങ് സാൻഡ്. ഡിവൈഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ഡെൻസിറ്റി ഓർ ബൾക്ക് ഡെൻസിറ്റി ഓഫ് ദ സാൻഡ് ബൈ യൂസിങ് സാൻഡ് റീപ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇതിനാണ് നമ്മൾ സാൻഡ് യൂസ് ചെയ്യുന്നത്. ഡെൻസിറ്റി വെച്ച്, സാൻഡിൻ്റെ ഡെൻസിറ്റി വെച്ച് പിറ്റിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാനാണ് വി ആർ യൂസിങ് സാൻഡ്. അപ്പോൾ കമ്പയർ ടു കോർ കട്ടർ മെത്തേഡ്, കോർ കട്ടറിൽ നമ്മൾ ജസ്റ്റ് ഒരു സോയിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ വെയിറ്റ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ദ കോർ കട്ടർ. കോർ കട്ടർ യൂസ് ചെയ്തിട്ടാണല്ലോ സോയിൽ കട്ട് ചെയ്തത്, സോയിൽ കേക്ക് പോലെ എടുക്കും. സോ വി വിൽ ഡിവൈഡ് ദാറ്റ് വോളിയം ഓഫ് ദ കോർ കട്ടർ. അതിനേക്കാളും കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ളത് സാൻഡ് റീപ്ലേസ്മെൻ്റ് ആണ്. ബിക്കോസ് സാൻഡ് ഫില്ല് ചെയ്യുമ്പോൾ ഇടയ്ക്കുണ്ടായിരുന്ന ഗ്രൂവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഗ്രൂവ്സ് ഒക്കെ ഫില്ല് ചെയ്തിട്ടായിരിക്കും വി വിൽ ഗെറ്റ് ദ വോളിയം. സോ കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ളത് സാൻഡ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡാണ്. ഇനി നമുക്ക് കിട്ടുന്നത് ഫീൽഡിലെ ബൾക്ക് ഡെൻസിറ്റിയാണ്. ഈ സോയിലിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിച്ചിട്ട് ബൾക്ക് ഡെൻസിറ്റി ബൈ 1+ വാട്ടർ കണ്ടൻറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ഡ്രൈ ഡെൻസിറ്റി. സോ ദിസ് ഈസ് എക്സ്പെരിമെൻറ്റ് ടു ഫൈൻഡ് ഔട്ട് ഡ്രൈ ഡെൻസിറ്റി ഓഫ് ദ ഫീൽഡ് സോയിൽ. നെക്സ്റ്റ് മെത്തേഡാണ് പെർമിയബിലിറ്റി. സോ പെർമിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സോയിലിലൂടെ വാട്ടറിനെ പെർമിറ്റ് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ എബിലിറ്റി ഓഫ് ദ സോയിൽ ടു പെർമിറ്റ് വാട്ടർ ത്രൂ ഇറ്റ് ഇസ് കോൾഡ് പെർമിയബിലിറ്റി. ദർ ആർ 2 methods. One is constant head method and another one is falling head method. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഹെഡ് മെത്തേഡിൽ നമ്മൾ വാട്ടർ പെർമിറ്റ് ചെയ്യുന്ന, സോയിലിലൂടെ പെർമിറ്റ് ചെയ്യുന്ന വാട്ടറിൻ്റെ ഹെഡ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചിട്ട് എത്ര ടൈമിൽ വാട്ടർ പാസ് ചെയ്യുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യാണ് ചെയ്യുക. സോ വി കീപ്പ് ഓൺ പോറിങ് വാട്ടർ ഇൻ ടു ദ ട്യൂബ്. Falling head മെത്തേഡിൽ we will let the water to fall into the soil and penetrate through it. അപ്പോൾ ഫോൾ ചെയ്ത് എത്ര ഹെഡ് ഫോൾ ചെയ്തു എന്ന് മെഷർ ചെയ്തിട്ട് ആണ് നമ്മൾ പെർമിയബിലിറ്റി മെഷർ ചെയ്യുന്നത്, കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി. സോ പെർമിയബിലിറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്.
Next is standard Proctor test, or we simply call it as light compaction test. So light compaction test നമ്മൾ ചെയ്യുന്നത് MDD or maximum dry density and OMC optimum moisture content calculate ചെയ്യാനാണ്. So why we have to find out this OMC? നമ്മളൊരു for example we are going to construct a building. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഗ്രൗണ്ട് സർഫസ് മാക്സിമം ഡെൻസിറ്റിയിൽ കോമ്പാക്ട് ചെയ്യണം. സോ നമ്മൾ കോമ്പാക്ട് ചെയ്യാൻ എത്രത്തോളം വാട്ടർ ആ സോയിൽ യൂസ് ചെയ്യണം എന്നറിയണമെങ്കിൽ we must know the optimum moisture content. So it is the water content, optimum moisture content is the water content or moisture content at which the soil attains maximum density. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ വാട്ടർ കണ്ടന്റ് നമ്മൾ കോമ്പാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഡെൻസിറ്റിയിൽ സോയിൽ അവിടെ ഉണ്ടാവും. മാക്സിമം ഡെൻസിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ സോയിൽ ബി അറ്റ് ദ മാക്സിമം സ്ട്രെങ്ത്. സോ കോമ്പാക്ഷൻ നമുക്ക് മാക്സിമം ഏത് വാട്ടർ കണ്ടന്റിലാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ്. സോ കോമ്പാക്ഷൻ റെഡ്യൂസസ് ദ വോയിഡ് റേഷ്യോ, പോറോസിറ്റി ആൻഡ് പെർമിയബിലിറ്റി. ഇതെല്ലാം നമ്മൾ സോയിലിനെ വീക്ക് ആക്കുന്ന ആളുകളാണ്. അപ്പം നന്നായിട്ട് കോമ്പാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോയിഡ് റേഷ്യോ കുറയ്ക്കാം, പോറോസിറ്റി കുറയ്ക്കാം, പെർമിയബിലിറ്റി കുറയ്ക്കാം, ഓൾസോ സെറ്റിൽമെൻറ്റ്, and it increases the shear strength and the bearing capacity of the soil. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റിൽ നമ്മൾ 3 kg സോയിൽ 20 mm സീവിലൂടെ പാസ് ചെയ്തിട്ടുള്ള 3 kg സോയിൽ 3 ലെയേഴ്സ് ആയിട്ട് കോമ്പാക്ട് ചെയ്യും. 25 ടൈംസ് ആണ് കോമ്പാക്ട് ചെയ്യുക. ഇത് കോമ്പാക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഹാമറിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 50 mm ആണ്. ആൻഡ് ഇറ്റ് വിൽ ബി വെയിങ് 2.6 kg ആൻഡ് ഇറ്റ് വിത്ത് ഫ്രീ ഫോൾ 310 mm 31 സെൻറ്റിമീറ്റർ എബോവ് എന്നാണ് നമ്മളിതിനെ ഫ്രീ ഫോൾ ചെയ്യുക. അങ്ങനെ 25 ടൈംസ് ഒരു ലെയർ കോമ്പാക്ട് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് 1/3 ആൻഡ് അഗെയിൻ 25 ആൻഡ് ദ ലാസ്റ്റ് 1/3 അഗെയിൻ 25. ഇത് കോമ്പാക്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ വെയിറ്റ് എടുക്കും. ദെൻ വി വിൽ ടേക്ക് എ പോർഷൻ ഓഫ് ദ സോയിൽ ടു ഫൈൻഡ് ഔട്ട് ദ വാട്ടർ കണ്ടന്റ് ആൻഡ് ഡു ദ എക്സ്പെരിമെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് മോയ്സ്ചർ കണ്ടന്റ്. അപ്പോൾ ഏത് മോയ്സ്ചർ കണ്ടന്റിലാണ് നമുക്ക് മാക്സിമം വെയിറ്റ് കിട്ടിയെന്ന് നോക്കുക. വെയിറ്റ് ബൈ വോളിയം ആണല്ലോ ഡെൻസിറ്റി. സോ വെയിറ്റ് കൂടുന്നതനുസരിച്ച് ഡെൻസിറ്റി കൂടി വരും. അറ്റ് എ പെർട്ടിക്കുലർ മോയ്സ്ചർ കണ്ടന്റ് ഡെൻസിറ്റി അല്ലെങ്കിൽ വെയിറ്റ് കുറയുന്നത് കാണാൻ പറ്റും. സോ വി ക്യാൻ സ്റ്റോപ്പ് ദർ എക്സ്പെരിമെൻറ്റ് ദർ ആൻഡ് ഡ്രോ ദിസ് കോമ്പാക്ഷൻ കർവ്. കോമ്പാക്ഷൻ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ വാട്ടർ കണ്ടന്റ് വേഴ്സസ് ഡ്രൈ ഡെൻസിറ്റി. ഇപ്പോൾ ഡ്രൈ ഡെൻസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക വാട്ടർ കണ്ടന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെൻസിറ്റി വെച്ചിട്ട് വി ഹാവ് ടു ഡ്രോ ദിസ് ഗ്രാഫ്. ഈ ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ ഈ ഗ്രാഫിലെ പീക്ക് പോയിന്റ് ആണ് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ഓർ MDD ആൻഡ് അതിൻ്റെ വാട്ടർ കണ്ടന്റ് ആണ് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ്. ഇനി നമ്മൾ ഈ സോയിലിൽ ഒരല്പം പോലും വോയിഡ് ഇല്ലാണ്ട് നമുക്ക് കോമ്പാക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് 100% സാച്ചുറേഷൻ ലൈൻ ഓർ 0 എയർ വോയിഡ് ലൈൻ. എയർ ഒന്നും ഇല്ലാതെ വെറും മോയ്സ്ചർ മാത്രം വോയിഡ്സിലുള്ള രീതിയിൽ നമ്മൾ കോമ്പാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഇതാണ്. ആൻഡ് ദിസ് ഈസ് ഓൺലി ഇമാജിനറി കോമ്പാക്ഷൻ ഡെൻസിറ്റി ഓഫ് ഈച്ച് മോയ്സ്ചർ കണ്ടന്റ്. സോ ഈ ഡ്രൈ ഡെൻസിറ്റി അറ്റ് 0 വോയിഡ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് G gamma W by 1 plus W into G, where W is the water content, capital G is the Susy gravity and rho W is the density of water. നെക്സ്റ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് ആണ്. സോ ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയിലിൻ്റെ ഷിയർ പാരാമീറ്റർ. ഇപ്പോൾ ലാൻഡ് സ്ലൈഡ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഷിയർ സ്ട്രെങ്ത് കുറയുമ്പോഴാണ് ലാൻഡ് സ്ലൈഡ് ചെയ്ത് പോകുന്നത്, ഇപ്പോൾ ഷിയർ ഫെയിലിയർ ഒക്കെ അറിയുന്നത്. സോ ഷിയർ പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള കൊഹിഷൻ ആൻഡ് ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ ഓർ സിംപ്ലി ഫൈ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ആണ് ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ്. അപ്പോൾ ഷിയർ ബൈ കൂളംസ് ലോ, shear strength is a function of cohesion and normal stress and angle of internal friction. Shear strength എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C cohesion plus normal stress into tan phi. Phi is the angle of internal friction. ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് മാത്രമല്ല, ഷിയർ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേറെയും ടെസ്റ്റുകളുണ്ട്. അതിലൊരെണ്ണമാണ് ട്രൈ ആക്ഷൻ ഷിയർ ടെസ്റ്റ്. ഡയറക്റ്റ് ഷിയർ ടെസ്റ്റിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫെയിലിയർ സർഫസ് ഓൾറെഡി ഡിഫൈൻഡ് ആണ്. ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും ഫെയിലിയർ സർഫസ് വരിക, ബിക്കോസ് വി ആർ അപ്ലൈങ് എ ലോഡ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. സോ ഫെയിലിയർ സർഫസസ് ഓൾറെഡി ഡിഫൈൻ. ട്രൈ ആക്ഷൻ ഷിയർ ടെസ്റ്റ് കുറച്ചും കൂടെ ആക്യുറേറ്റ് റിസൾട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുക.
ഷിയർ ടെസ്റ്റ് ഇതാണ് അതിൻ്റെ ഒരു ഡയറക്റ്റ് ഷിയറിൻ്റെ അപ്പാരറ്റസും അത് നമ്മൾ യൂസ് ചെയ്യുന്ന apparatus. Okay, so when you draw more circle from the shear test, you will get major principal stress. Major principal stress ആണ് A, minor principal stress ആണ് B. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ വരയ്ക്കുന്ന മോ സർക്കിൾ, ദിസ് ഇസ് അവർ മോ സർക്കിൾ. ഈ മോ സർക്കിളിന് സെൻറ്ററിൽ നിന്ന് നമ്മളൊരു ടാൻജൻറ്റ് വരയ്ക്കും, ആൻഡ് ദിസ് ഈസ് കോൾഡ് ഫെയിലിയർ എൻവലപ്പ്. ഈ ടാൻജൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഫെയിലിയർ എൻവലപ്പ്. And this is the minor principal plane and this is the major principal plane. അപ്പോൾ മേജർ പ്രിൻസിപ്പൽ പ്ലെയിനും ഫെയിലിയർ എൻവലപ്പും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഫെയിലിയർ പ്ലെയിൻ. ആൻഡ് ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫെയിലിയർ എൻവലപ്പ് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ ഫൈ. ആൻഡ് ദിസ് ഇസ് ദ ഫെയിലിയർ പ്ലെയിൻ. This is the failure plane. Next is UCC or unconfined compression test. Unconfined means നമ്മളൊരു സോയിൽ പാർട്ടിക്കിൾ അല്ലെങ്കിൽ സോയിലിനെ എടുത്തു കഴിഞ്ഞാൽ ആ സോയിലിൽ നമ്മളൊരു സിലിണ്ടറിക്കൽ ഷേപ്പിലേക്ക് ആക്കുകയാണ്. എന്നിട്ട് ഇവിടെ നമ്മൾ പ്രഷർ കൊടുക്കുകയാണ്, ലോഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് സോയിൽ ഇറ്റ് വിൽ കൊളാപ്സ് ലൈക്ക് ദിസ്. സോ നമ്മൾ സോയിലിനെ കൺഫൈൻ ചെയ്യാതെ കംപ്രഷൻ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ്, കൺഫൈൻ മീൻസ് അതിന് എക്സ്പാൻഡ് ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയാണ് കൺഫൈൻമെൻറ്റ്. അൺകൺഫൈൻഡ് മീൻസ് വി ആർ നോട്ട് കൺഫൈനിങ് ഓർ വി ആർ നോട്ട് പുട്ടിങ് ഇറ്റ് എൻ ടു ദ എക്സ്പാൻഷൻ. അപ്പോൾ അൺകൺഫൈൻഡ് കംപ്രഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സൈഡൊന്നും നമ്മൾ കവർ ചെയ്യാതെ ഡയറക്റ്റ്ലി വേർട്ടിക്കലി ലോഡ് കൊടുക്കുമ്പോൾ അത് സൈഡ് വൈസ് ആയിട്ട് ഫെയിൽ ആയിപ്പോവും. So unconfined compressive strength is a measure of consistency of a cohesive soil. അപ്പോൾ unconfined compressive strength മോ സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റേഡിയസ് ആണ്, അല്ലെങ്കിൽ ഇതാണ് കൊഹിഷൻ. സോ കൊഹിഷൻ ഇസ് ഈക്വൽ ടു unconfined compressive strength divided by 2. And the 10th experiment is consolidation. So consolidation and compaction തമ്മിൽ റിലേഷൻ ഉണ്ട്. Consolidation means removal of water from the soil ആണ് consolidation. Compaction means removal of air from the soil voids. So consolidation will take lot of time. Compaction നമുക്ക് ഇൻസ്റ്റൻ്റ്ലി ചെയ്യാം. കൺസോളിഡേഷന് ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടാണ് ഒരു സോയിൽ കൺസോളിഡേറ്റ് ചെയ്യാം. സോ ഈ കൺസോളിഡേഷൻ മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കോയിഫിഷ്യൻ്റ് ആണ് കോയിഫിഷ്യൻ്റ് ഓഫ് കൺസോളിഡേഷൻ. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എത്ര പെട്ടെന്ന് ഒരു സോയിലിന് കൺസോളിഡേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ ഇൻ അതർ വേർഡ്, ദ റേറ്റ് അറ്റ് വിച്ച് എക്സസ് പോർ വാട്ടർ പ്രഷർ ഡിസിപ്പേറ്റ്സ് ആൻഡ് സെറ്റിൽമെൻറ്റ് ഒക്കർ അണ്ടർ ഗിവൺ ലോഡ് ഈസ് കോൾഡ് കോയിഫിഷ്യൻ്റ് ഓഫ് കൺസോളിഡേഷൻ. ഒരു ഗിവൺ ലോഡിൽ എക്സസ് ആയിട്ടുള്ള സോയിലിൻ്റെ ഉള്ളിലുള്ള പോർ വാട്ടർ പ്രഷർ ഡിസിപ്പേറ്റ് ചെയ്ത് സെറ്റിൽമെൻറ്റ് ഉണ്ടാവുന്നത് എപ്പോഴാണെന്നുള്ളതാണ് കോയിഫിഷ്യൻ്റ് ഓഫ് കൺസോളിഡേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് T90d²/T50. ക്യാപിറ്റൽ T90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 90% കൺസോളിഡേഷൻ എടുക്കുന്ന ടൈം ഫാക്ടറാണ്. അതിൻ്റെ വാല്യൂ 0.848 ആണ്. ഇതുപോലെ T50d²/T50യും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. T50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% കൺസോളിഡേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൈം ഫാക്ടറാണ്, വിച്ച് ഇസ് 0.197 ആണ്. ആൻഡ് സ്മോൾ T90 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ടൈം റിക്വയർഡ് ഫോർ 90% കൺസോളിഡേഷൻ ഇൻ സെക്കൻഡ്സിൽ. സ്മോൾ T50 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 50% കൺസോളിഡേഷൻ എടുക്കുന്ന ടൈമാണ്. സോ കൺസോളിഡേഷൻ്റെ യൂണിറ്റ് m²/സെക്കൻഡ് അല്ലെങ്കിൽ cm²/മിനിറ്റ് ആണ്. അപ്പോൾ ക്ലേ സോയിലിന് കൺസോളിഡേഷൻ CV 1 to 10⁻⁻9 to 10⁻⁻7 m²/സെക്കൻഡ് വരെ വാരി ചെയ്യും. ഫോർ സിൽട്ടി ആണെങ്കിൽ 10⁻⁻7 to -5 m²/സെക്കൻഡ്. ആൻഡ് ഫോർ സാൻഡ് ഇറ്റ്സ് ബിറ്റ്വീൻ 10⁻⁻5 and 10⁻⁻3. ഇതുപോലെയുള്ള വേറൊരു കോയിഫിഷ്യൻ്റ് ആണ് കോയിഫിഷ്യൻ്റ് ഓഫ് കംപ്രഷൻ. Coefficient of compression എന്ന് പറഞ്ഞാൽ it's a parameter that indicate how much a soil compress when the effective stress
ഇൻക്രീസ്. എഫക്റ്റീവ് സ്ട്രെസ് കൂടുമ്പോൾ എത്രത്തോളം സോയിലിൻ്റെ വോളിയം റെഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കോയിഫിഷ്യൻ്റ് ആണ് കോയിഫിഷ്യൻ്റ് ഓഫ് കംപ്രഷൻ. സോ ഇറ്റ് ഷോസ് ദ കംപ്രസിബിലിറ്റി ഓഫ് ദ സോയിൽ ആൻഡ് ഹൗ ഈസിലി ദ സോയിൽ സ്കെൽട്ടൺ ഗെറ്റ്സ് കംപ്രസ്ഡ് അണ്ടർ ലോഡ്. അതിന് ഇക്വേഷൻ AV is equal to ഡെൽറ്റ ഇ ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ എഫക്റ്റീവ് സ്ട്രെസ് ആണ്. അപ്പോൾ AV അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് കംപ്രഷൻ വളരെ ഹൈ ആണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൈലി കംപ്രസിബിൾ, നമുക്ക് നന്നായിട്ട് കംപ്രസ് ചെയ്യാൻ പറ്റും, കുറേ വോയിഡ്സ് ഉണ്ട് എന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ലോ ആണ് AVൻ്റെ വാല്യൂ എങ്കിൽ ഇറ്റ് ഈസ് ലെസ് കംപ്രസിബിൾ. So these are the main questions that can be asked in Geotechnical Engineering 1. Thank you.